T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ കത്തിക്കയറുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് ഇഷൻ കിഷൻ കാഴ്ചവെച്ചത്. സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യയെ കരകയറ്റിയത് ഇഷൻ കിഷൻ തന്നെയായിരുന്നു. തുടക്കത്തിൽ അഭിഷേക് ശർമ്മ ഡക്കിൽ പുറത്തായപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം ചെറിയ രീതിയിൽ പോലും ഇന്ത്യയെ അഫക്റ്റ് ചെയ്യാതെ ബാറ്റ് ചെയ്തത് ഇഷൻ കിഷൻ ആയിരുന്നു. ഫിയർലെസ് ബാറ്റിംഗ് എന്താണെന്ന് അദ്ദേഹം ഇന്ന് ഒരിക്കൽ കൂടി കാട്ടിത്തരികയായിരുന്നു. അനായാസം ബൗണ്ടറികളും സിക്സറുകളും പറത്തിയ ഇഷൻ കിഷനാണ് തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയത്. മറുഭാഗത്ത് തിലക് വർമ്മയും ബാറ്റിംഗിൽ നന്നായി ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് കണ്ടത്. 40 പന്തിൽ 77 റൺസ് എടുത്തതിന് ശേഷമാണ് കിഷൻ മടങ്ങിയത്. 10 ഫോറും 3 സിക്സും ഉൾപ്പെടെ 192 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റിംഗ് ദുഷ്കരമായ കൊളംബോയിൽ കിഷൻ ഇന്നത്തെ പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചത്. സ്പിൻ ബോളിംഗിന് അനുകൂലമായ വലിയ ടേണിംഗിൽ പിച്ച് മാറിയ സാഹചര്യത്തിൽ 6 സ്പിൻ ബോളർമാരെയാണ് പാകിസ്ഥാൻ ഇന്ന് ഉപയോഗിച്ചത്. കിഷൻ പുറത്തായതിനു ശേഷം ടീം ഇന്ത്യ വലിയ രീതിയിൽ തന്നെ ഒരു സമ്മർദ്ദത്തിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും സ്കോറിംഗിൽ ബുദ്ധിമുട്ടിയപ്പോൾ ഇന്ത്യയുടെ റൺ റേറ്റ് പൊടുന്നനെ കുറയുന്ന കാഴ്ചയാണ് ശേഷം കണ്ടത്. തിലകും പിന്നാലെ ഹർദിക് പാണ്ഡ്യയും വേഗം മടങ്ങിയതിനു ശേഷം ശിവം ദുബെയുടെ അറ്റ് ദി എൻഡ് ഇന്നിംഗ്സ് ആണ് ടീം ഇന്ത്യക്ക് ഭേദപ്പെട്ട ഒരു സ്കോർ ഇന്ന് നൽകിയത്. തിലക് വർമ്മയുടെ ബാറ്റിംഗ് തീർച്ചയായിട്ടും ചോദ്യപ്പെടേണ്ട ഒന്നായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 3 ഇന്നിംഗ്സുകളിലും വളരെ സ്ലോ ആയി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ലഭിച്ച ബോളുകളിൽ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുന്ന സഞ്ജു സാംസൺ ഒരു അവസരം ടീം ഇന്ത്യ നൽകണമെന്നുള്ള അഭിപ്രായങ്ങളും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്.